ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു ബ്ലോഗല്ല, നിക്കുവിൻ്റെ ട്രഡീഷണൽ വേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിക്കു ന്യൂ ബോൺ ആയിരുന്നപ്പോഴത്തേനും നിക്കുവിൻ്റെ നൂലുകെട്ടിന് മേടിച്ച ഡ്രസ്സാണ് ഫസ്റ്റത്തെ ഡ്രസ്സ് കേട്ടോ. ഇത് ഭയങ്കര കുഞ്ഞായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ നൂലുകെട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അങ്ങേനെ ചേട്ടൻ നൂലുകെട്ടിന് വേണ്ടിയിട്ട് വേറൊരു ഡ്രസ്സ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോഴത്തേനും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ചേട്ടനായാലും എനിക്കായാലും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു ഇത്തിരി വലിയ സൈസും കൂടെ ആയിരുന്നു, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതുകൊണ്ട് അന്നതേ ഇതാണ് ഇട്ടത്. പക്ഷേ ഇത് ഇട്ടപ്പോൾ അവൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവൾക്ക് ഇത് ഇട്ടപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ടായിരുന്നു, കണ്ട പോലെ അല്ല, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും പ്രത്യേകിച്ച് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഫസ്റ്റ് അവൾ ഇട്ട ഒരു ട്രഡീഷണൽ വെയർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പം ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അവളുടെ സ്റ്റേജ് അടുത്ത് നമ്മൾ ചോറൂണിന് കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റിക്കിൻ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് മേടിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ട് ഉള്ള ഒരു പാവാട ഉണ്ടോ, സെറ്റിൻ്റെ പാവാടയും നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ടോപ്പും കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്ത അതേ സെയിം മോഡലിൽ തന്നെ കേട്ടോ. അതായത് ഒരു സ്ലീവ് മാത്രമേ വരുന്നുള്ളൂ കണ്ടോ, സ്ലീവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ബോയൊക്കെ കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡിലൊരു ബോയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ടാണ് സത്യമായിട്ട് ഞാൻ ഈ സ്റ്റിച്ചിങ്ങിലോട്ടും ഈ ബൊട്ടീക്കിലോട്ടൊക്കെ തിരുന്ന സത്യമായിട്ട് ഇതിൻ്റെയൊക്കെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസം. ഇതിട്ടൊക്കെ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഇത് ആണ് നെക്സ്റ്റ് ഉടുപ്പ് കേട്ടോ നിക്കുവിൻ്റെ. അപ്പം അടുത്തെന്ന് പറയുമ്പോഴത്തേനും അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് പിറന്നാളുടെ അന്ന്, അതായത് നമ്മുടെ അത് നാളെ വരുന്ന ദിവസമില്ലേ, അന്ന് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടും സെയിം സ്റ്റിക്കിൻ സ്റ്റോൺസിൽ നിന്ന് ഞാൻ മേടിച്ച ഒരു ഡ്രസ്സ്, പാവാടയിൽ സ്ട്രൈപ്പ് വരുന്ന തരത്തിലുള്ള ഒരു പാവാടയാണ് കേട്ടോ. അതിൻ്റെ സെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള, പിള്ളേർക്കൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള കോട്ടൻ്റെ അജ്രക് പ്രിൻ്റ് വരുന്ന ഒരു മെറൂൺ കളർ ഷെയ്ഡിലെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെ കെട്ടാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ. ഞാൻ ഫോട്ടോസൊക്കെ മേളിൽ കൊടുത്തേക്കാം. അതിങ്ങനെ ബാക്ക് സൈഡിൽ ഇത് ഇങ്ങനെ ഹുക്കൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടം, ഭയങ്കര കംഫർട്ടാണ് കേട്ടോ, നല്ല സുഖമുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വരുന്ന അവളുടെ ഡ്രസ്സ്. അപ്പം അടുത്ത് തന്നെ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന്, ഡേറ്റിൻ്റെ അന്ന് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു ഉടുപ്പാണ് കേട്ടോ. അതും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഡേറ്റിൻ്റെ അന്ന്, ഫസ്റ്റ് ബർത്ത്ഡേയുടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, അന്നാണ് ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി മേടിച്ച് സെയിം സ്റ്റിക്കിൻ സ്റ്റോൺസ് നിന്ന് മേടിച്ച അതേ ക്യൂട്ടായിട്ടുള്ള ഒരു സെയിം ഇത് ടിഷ്യൂ, ഇതെന്താണ് ഒരു നെറ്റിൻ്റെ പോലത്തേക്കാണ് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറിൽ, എൻ്റെ ഫോണിൽ കറക്റ്റ് അതിൻ്റെ കളർ വരുന്നില്ല കേട്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. അതിൻ്റെ സ്കേർട്ടും ടോപ്പ് കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള കൈയും നല്ല ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ മോഡലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിച്ചത്. ഇതുപോലെ ബാക്കിലൊരു ഹുക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിടുമ്പോഴും നല്ല രസമാണ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള നെക്സ്റ്റ് ഡ്രസ്സ് നിൽക്കൂടെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് നഷ്ടബോധം തോന്നിയ ഒരു ഡ്രസ്സാണ്. കാരണം അത് സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല ഭംഗി. അപ്പോൾ അതേത് ഡ്രസ്സെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഫോട്ടോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, നേരിട്ട് കാണാൻ ശരിക്കും നല്ല ഭംഗി കേട്ടോ. ഇതൊക്കെ ഞാൻ സ്റ്റോണെല്ലാം ഒട്ടിച്ചു വെച്ചതാണ് കേട്ടോ, നമ്മുടെ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു വെച്ചതാണ്. ഒരിക്കലല്ല ഇളവത്തില്ല, പെട്ടെന്നൊന്നും അങ്ങനെ ഇളകി പോകത്തില്ല. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നിക്കുനി ഇട്ടപ്പോഴൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതവർക്ക് പുറത്തിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചു വരുന്ന, അതായത് ഒന്ന് പഠിക്കാമെന്നൊക്കെ കരുതിയിട്ട് സ്റ്റിച്ച് ചെയ്തൊരു സാധനമാണ്. അതായത് ചേട്ടൻ്റെ ഒരു മുണ്ടിൽ, പുതിയ മുണ്ടാണ്, ആ മുണ്ടിൽ ലൈനിങ്ങും ആ മുണ്ട് തന്നെ, മെയിൻ ക്ലോത്തും ആ മുണ്ട് തന്നെ ആയിട്ട് യൂസ് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്നേ കരുതിയുള്ളൂ. പക്ഷെ ഇത്രയും നന്നായിട്ട് അത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ, കണ്ടോ നിറയെ മുത്തൊക്കെ വെച്ചിട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇതവർക്ക് പുറത്തൊന്നും എന്തായാലും ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, ക്ലോത്ത് അത്ര നല്ലതല്ല. അപ്പോൾ എനിക്കത് ഭയങ്കര നഷ്ടബോധമാണ്. സോ
എന്തായാലും നിക്കുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് പിറന്നാളിൻ്റെ അന്ന്, അതായത് നാളെ തന്നെ എൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും ഇതുപോലൊരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യും. ഉറപ്പായിട്ടും മെറ്റീരിയലൊക്കെ മേടിച്ച് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അല്ലാതെ ബർത്ത്ഡേ അന്ന് അമ്പലത്തിൽ പോകാനൊക്കെ വേറെ ഞാനെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്, വേറെ ഡ്രസ്സൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ പിറന്നാളിൻ്റെ അന്ന്, അതായത് ഡേറ്റ് നമ്മുടെ നാളെ വരുന്ന അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഡ്രസ്സ് എന്തായാലും അവർക്ക് സ്റ്റിച്ച് ചെയ്യും. അപ്പം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇതിപ്പം കുറച്ച് പേരെങ്കിലും നമ്മുടെ ഷോർട്സിൽ കണ്ടിട്ട് അറിയാവുന്ന ഒരു ഡ്രസ്സായിരിക്കും. ഇത് ഇതുവരെ കിട്ടിയിട്ടില്ല അവർക്ക്, കാരണം കുറച്ച് ഇച്ചിരി ഇറക്കമുണ്ട്. അതുകൊണ്ട് ഞാൻ വിഷുവിന് ഇടാമെന്ന് കരുതി എടുത്തു വെച്ചിരുന്ന ഡ്രസ്സായിരുന്നു ഇപ്രാവശ്യത്തെ വിഷുവിനും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കണിക്കൊന്നയൊക്കെ വെച്ച് ഫ്ലോപ്പായി പോയ എനിക്ക് ഇച്ചിരിയെങ്കിലും ഷോർട്സിൽ വ്യൂ കിട്ടിയ 10K വ്യൂ കിട്ടിയ ഒരു ഷോർട്സ് ആയിരുന്നു കേട്ടോ ഇത്. അതേ ഫ്ലോപ്പ്, അത് ഇളക്കിയിട്ടില്ല, ഇളക്കി മാറ്റണം കേട്ടോ. ആ ഒരു ഡ്രസ്സാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഈ ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഡ്രസ്സുണ്ട്, കുറച്ച് ഇറക്കം ആയതുകൊണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നിക്കുൻ്റെ മാമൻ, അതായത് എൻ്റെ ബ്രദർ കൊണ്ടുവന്ന ഓണത്തിന്, കഴിഞ്ഞ ലാസ്റ്റ് ഓണത്തിന് കൊണ്ടുവന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഇടുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ, അവളെ കാണാൻ നല്ല ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. ഇത് ഇടുമ്പോഴത്തേനും നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടം, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇത് ഇടുമ്പോൾ അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബൊട്ടീക്ക് തുടങ്ങിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത ട്രഡീഷണൽ വെയർസ് തന്നെയാണ് കേട്ടോ. നമ്മുടെ മോഡൽ നിൽക്കുവാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സസ്സാണ്. അപ്പം മെയിനായിട്ട് എല്ലാത്തിനും ഒരു സ്കേർട്ട് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, വേറെ സ്കേർട്ടൊന്നും മെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇത് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്കേർട്ടാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. അപ്പം അതിന് 2-3 ടോപ്പുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടോപ്പ് എൻ്റെ ഫേവറേറ്റ് ടോപ്പാണ് ഇത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ട്, എനിക്ക് ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. ബാക്കിൽ ഇതെങ്ങനെ ഒരു കെട്ടൊക്കെ കൊടുത്ത്, ഒരു റൗണ്ടൊക്കെ കൊടുത്ത്, ഒരു ബോയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡ്രസ്സ്. അപ്പം ഇത് രണ്ടും കൂടെ പെയർ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ, നല്ല രസമാണ് ഇത് രണ്ടും കൂടെ പെയർ ചെയ്യുമ്പോഴത്തേനും. അപ്പം അതാണ് അടുത്തത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു മോഡലിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട ഡ്രസ്സാണ്, കാരണം മെറ്റീരിയൽ തികയത്തില്ലായിരുന്നു. അപ്പം എന്തായാലും വെറുതെ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ടൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അത് പിന്നെ ഞാൻ അതിൽ കുറച്ച് വർക്കൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും തോന്നരുത്. ഈ ഒരു സംഭവം, ഇത് കുറച്ച് ഞാൻ വർക്കൊക്കെ ചെയ്ത്, പിന്നെ ഞാൻ താഴോട്ട് കുറച്ച് വർക്ക് ചെയ്ത് പഠിച്ചതാണ് കേട്ടോ, ഹാൻഡ് വർക്ക് ചെയ്ത് ബീഡ് ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല, ബാക്കിൽ ഹുക്കൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് മോഡലിന് വേണ്ടിയിട്ട് മാത്രം അവർക്ക് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുമായിട്ട് പെയർ ചെയ്യുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല രസമാണ് കേട്ടോ, പെയർ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. അവർക്ക് ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്ലീവൊന്നും ഇല്ലാത്ത ഇങ്ങനൊരു മോഡൽ വരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ പുറത്ത് ചേച്ചിയുടെ കയ്യിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ചു ഒന്നാണ് കേട്ടോ. നമ്മുടെ ബൊട്ടീക്കിൽ വിഷുവിന് ആദ്യമായിട്ടിട്ട ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഒരു മോഡലാണ്. നിക്കുവിൻ്റെ അളവല്ല, ഇത് കുറച്ച് വലിയ അളവാണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ, ചേച്ചി മേടിച്ചു കൊടുത്തൊരു ഡ്രസ്സാണ് ഓൺലൈനിൽ. പക്ഷേ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോയിൽ നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. പക്ഷേ നേരിട്ട് വന്നപ്പോൾ ഭംഗിക്കൊന്നും കുറവില്ല. പക്ഷേ ഇത് തമിഴ്നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു പട്ട് പോലെയൊക്കെ ഉള്ള ഒരു അമ്പലത്തിലൊക്കെ കൊടുക്കുന്ന ഒരു പട്ട് പോലെയൊക്കെ ആ ഒരു ടൈപ്പ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നി. അപ്പോൾ ഇത് ഞാൻ പുറത്തൊന്നും ഇട്ട് കൊടുക്കാതെ വെച്ചേക്കുവാണ്. നമ്മുടെ ദീപാവലിയുടെ അന്ന് അവർക്കത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലാതെ പുറത്തൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതങ്ങനെ വെച്ചേക്കാണ്. കൊള്ളാം, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതോടെ നമ്മുടെ ട്രഡീഷണൽ വെയർസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ നമ്മുടെ നിക്കുവിന് ഞാനായിട്ട് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സ് കൂടെ കാണിച്ചു തരാൻ കരുതി. ഓൾറെഡി ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ആക്നി ബൊട്ടിക് 555 എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മുടെ ബിസിനസ് അക്കൗണ്ടാണ് കേട്ടോ. അതിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നമ്മുടെ ബൊട്ടീക്കിലെ അക്കൗണ്ടാണ്, അതിലിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ആൻഡ് എൻ്റെ ഫേവറേറ്റ് സംഭവം, ഒരുപാട് വ്യൂസും ഒരുപാട് എൻക്വയറീസും അത്യാവശ്യം നല്ല ഓർഡേഴ്സും കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ ഈ ലെഹങ്ക. ബ്ലാക്ക് കളർ ലെഹങ്ക. ഞാനിപ്പോൾ ഷോർട്ട് പാവാടയാണ് തയ്ച്ചേക്കുന്നത്, അംബ്രല്ല കട്ടിൽ വരുന്ന പാവാട, സീക്വൻസ് ഒക്കെ വെച്ചത് നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. കിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇതെല്ലാം ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തതാണ് കേട്ടോ, ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തതാണ്. ബീഡ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇൻവിസിബിൾ സിബ് വെച്ച് നല്ല ബോയൊക്കെ വെച്ച് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കുട്ടി ഷോൾ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുട്ടി ഷോൾ കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഇട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ
അമാനിഫൈഡ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജ് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അവർ ഇതുപോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അവർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തത്. ഞാൻ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് കേട്ടോ. അത് പാൻറ്റ് നമ്മുടെ എന്നിട്ട് അവിടെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ തന്നെ അതെ ടോപ്പ്, ഇതും ഇട്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പിള്ളേർക്ക് നല്ല രസമുണ്ട്. നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ നമ്മുടെ ബൊട്ടിക്കിലുള്ളത്. അപ്പം വേണമെന്നുള്ളവർ മെസ്സേജ് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക, എന്ത് വേണമെന്ന് വെച്ച് ചെയ്തോട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു കോട്ടൻ്റെ, ഇതെല്ലാം എൻ്റെ സ്വന്തം ഡിസൈനാണ് കേട്ടോ. അതായത് ഇപ്പോൾ കഴിഞ്ഞത് അമാനിഫൈഡിൻ്റെയാണ്, ബാക്കിയൊക്കെ എൻ്റെ സ്വന്തം ഡിസൈനാണ് കേട്ടോ. അതേ ഒരു കോട്ടൻ്റെ സംഭവമാണ് കേട്ടോ. ഇതിലും നല്ല ലേസൊക്കെ കൊടുത്ത് നല്ല ലേസ് വർക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ബാക്കിലൊരു കെട്ടൊക്കെ നല്ല കളറാണ് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല രസമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ലാസ്റ്റായിട്ട് റീസെൻ്റ് ആയിട്ട് ഞാൻ ബൊട്ടിക്കിലിട്ട ഒരു മോഡലാണ് നമ്മുടെ ടിഷ്യൂ നെറ്റിൻ്റെ ഒരു സംഭവം. കൊള്ളാം കേട്ടോ. പിള്ളേർക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും ഇത്. മാരേജിന് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ ടിഷ്യൂ നെറ്റിൽ വരുന്ന ഒരു സ്കേർട്ടും അതിൻ്റെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പുമാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. കുട്ടികൾ ഇടുമ്പോഴത്തേനും തന്നെ നല്ല രസമുള്ള ഒരു സംഭവം. അങ്ങനെ നിക്കുവിന് ഓൾറെഡി ഡ്രസ്സൊക്കെ ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ബൊട്ടീക്ക് തുടങ്ങിയപ്പോഴത്തേനും ഒരുപാട് സ്റ്റിച്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അവരുടെ ട്രഡീഷണൽ വെയർസും സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സും ഒക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.